അവധിക്കാലത്ത് പുതിയ പുതിയ ആശയങ്ങളും അനുഭവങ്ങളുമായാണ് ഷാലോം ടെലിവിഷനിലൂടെ കളിത്തട്ട് കൂട്ടുകാർക്ക് മുന്നിലെത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ കളിത്തട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഈ ആഴ്ച നിങ്ങൾക്ക് ഏറെ ഇൻട്രസ്റ്റിംഗും ഒപ്പം ചാലഞ്ചിങ്ങുമായ ഒരു വിഷയവുമായാണ് നമുക്കേറെ പ്രിയപ്പെട്ട ഷാജി മാലിപ്പാറ സർ നമ്മോടൊപ്പമുള്ളത്. എല്ലാവർക്കും കളിത്തട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ അവധിക്കാല യാത്രയിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു മനോഹരമായ ഊട്ടുമുറിയിലാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സോക്രട്ടീസ് എന്ന മഹാനെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സോക്രട്ടീസ് എന്ന്? അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്ന് അറിയാമോ? പറയൂ. ഗ്രീസിൽ ജനിച്ച് ജീവിച്ച ഒരു പ്രശസ്തനായ ചിന്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹം നമുക്ക് ഓർത്തിരിക്കാൻ കൊള്ളാവുന്ന മനോഹരങ്ങളായ അനേകം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള മഹാനാണ്. ഈ ഊട്ടുമുറിയുടെ അന്തരീക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്യം ഇപ്രകാരമാണ്: ചില മനുഷ്യർ തിന്നാനും കുടിക്കാനും വേണ്ടി ജീവിക്കുന്നു. ചില മനുഷ്യർ തിന്നാനും കുടിക്കാനും വേണ്ടി ജീവിക്കുന്നു. ചില മനുഷ്യരാകട്ടെ ജീവിക്കാൻ വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ ഏത് കാര്യമാണ് ശരി? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു കൂട്ടർ ചീത്ത മനുഷ്യരാണ്, ഒരു കൂട്ടർ നല്ല മനുഷ്യരാണ്. തിന്നാനും കുടിക്കാനും വേണ്ടി ജീവിക്കുന്നവർ ആരായിരിക്കാം? ചീത്ത മനുഷ്യരാണ്. ജീവിക്കാൻ വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ നല്ല മനുഷ്യരാണ്. ശരിക്കും നമ്മൾ ഏത് കൂട്ടത്തിൽ പെടും? നമുക്ക് തിന്നുകയും കുടിക്കുകയും വേണ്ടേ? പക്ഷെ അതിനു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? അല്ല. നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് ആഹാരം കഴിച്ചേ മതിയാകും. എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം ആണ്? അത് ഇപ്പോൾ ചിന്തിക്കാവുന്നൊരു വിഷയമാണല്ലോ അല്ലേ? പറയൂ. ഒന്ന് വളരാൻ, ഊർജം കിട്ടുവാൻ, എനർജി കിട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? വളർച്ച പ്രാപിക്കുന്നത് ആഹാരം കഴിച്ചിട്ടാണ്, എനർജി കിട്ടുന്നതും ആഹാരം കഴിച്ചിട്ടാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ജനിച്ചപ്പോൾ എത്ര കിലോ തൂക്കമുണ്ടായിരുന്നു എന്ന് നിങ്ങളോട് അമ്മമാർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? ഓർമ്മയുണ്ടാവില്ലേ? വളരെ കുറച്ചല്ലേ? 2 കിലോ 3 കിലോ അങ്ങനെ 2.5 കിലോ 1.5 കിലോ ഒക്കെ ആയിരിക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ തൂക്കം നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടിയെങ്കിലും എല്ലാവരുടെയും തൂക്കം കൂടിയിട്ടുണ്ട്. തൂക്കമൊക്കെ അറിയാൻ പാടില്ലേ? അപ്പം നമ്മൾ വളർന്നു എന്നത് ഉറപ്പാണ്. ആഹാരം കഴിച്ചിട്ടാണ് നമ്മൾ വളർന്നത്. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആഹാരം കൊണ്ടുള്ള പ്രയോജനം, ഊർജം ലഭിക്കുന്നു, എനർജി കിട്ടുന്നു. നമുക്ക് ജോലി ചെയ്യാൻ, കളിക്കാൻ, പഠിക്കാൻ ഒക്കെ എന്ത് വേണം? ഊർജം വേണം, എനർജി വേണം. അപ്പം ക്ഷീണമെല്ലാം മാറ്റി ഉന്മേഷം തരുന്നത് ആഹാരമാണ്. കുട്ടികളെ സംബന്ധിച്ചാണ് ഈ 2 കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ. ഏതൊക്കെ? വളരുന്നു, എനർജി കിട്ടുന്നു. മുതിർന്ന ആളുകളെ സംബന്ധിച്ച് ആഹാരം കൊണ്ട് അവർക്കൊരു പ്രയോജനമേ ഉള്ളൂ. ഏതാണ്? ഊർജം കിട്ടുന്നു. അവർ വളരുന്നുണ്ടോ? ഇല്ല. മുതിർന്ന ആളുകൾ വളർച്ച കഴിഞ്ഞതാണ്, അവർക്ക് എനർജിക്ക് വേണ്ടി അവർ ആഹാരം കഴിക്കുന്നു. എല്ലാവരും ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല ആഹാരശീലങ്ങളുണ്ടെങ്കിലേ, ആഹാര രീതികളിൽ നല്ല ചില സമ്പ്രദായങ്ങൾ പാലിച്ചെങ്കിലേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറയും, നീ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അവൻ ഒത്തിരി കഴിക്കുന്നുണ്ടാകാം, അവൾ ഒത്തിരി കഴിക്കുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും നമുക്ക് കാഴ്ചയിൽ വരുന്നില്ല. ആഹാര കാര്യത്തിൽ നാം പുലർത്തേണ്ട ചില മര്യാദകൾ, ചില നല്ല രീതികളുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതൊന്ന് പറഞ്ഞു നോക്കാം. കൈകൾ നന്നായി കഴുകണം. കൈകൾ നന്നായിട്ട് കഴുകുക. വായും മുഖവും കഴുകണം. വായും മുഖവും കഴുകുക. നമുക്കറിയാവുന്ന കാര്യം, നാം ചെയ്യുന്ന കാര്യമാണ്. ആഹാരത്തിന് മുൻപാണോ ആഹാരത്തിന് ശേഷമാണോ ഈ കൈയും വായും ഒക്കെ നമ്മൾ കഴുകേണ്ടത്? മുമ്പും ശേഷവും. ചില കുട്ടികൾ കൈ കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കൈ കഴുകുകയല്ല, ടാപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കൈ നനയ്ക്കുകയാണ്. കൈ നനയ്ക്കുന്നു, ആ കൈയുമായി വന്ന് ആഹാരം കഴിക്കുന്നു. അവരുടെ കയ്യിലുള്ള ചെളിയെല്ലാം ഇളകി ആഹാരത്തിൽ ചേർന്ന് അവരുടെ അകത്ത് ചെല്ലുന്നു. ഇതൊരു നല്ല കൈ കഴുകൽ രീതിയല്ലല്ലോ. ശരിയായിട്ട് കൈ കഴുകുന്നതിനെ കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. നമുക്കതറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ആർക്കറിയാം? അറിയാം. ഒന്ന് കാണിക്കൂ. എങ്ങനെയാണ് നന്നായി കൈ കഴുകേണ്ടതെന്ന് നമുക്കൊന്ന് കാണാം. വെറുതെ കൈ ചേർക്കുക മാത്രമല്ല, വിരലുകളെല്ലാം വളരെ കൃത്യമായി അതിനിടയിലുള്ള ചെളികളെല്ലാം
ആഹാരകാര്യങ്ങളിൽ വൃത്തിയും വെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം കണ്ടു. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഭക്ഷണം ചവച്ചരിച്ച് തിന്നണം. വളരെ നല്ല ഒരു ഉത്തരമാണ് നമ്മളിവിടെ കേട്ടത്. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. പല കുട്ടികളും അതിന് വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആഹാരം വളരെ സമയമെടുത്ത് ചവച്ചരച്ച് ഉമിനീരോട് ചേർത്ത് കഴിക്കുമ്പോഴാണ് ദഹനം നന്നായി നടക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരം പ്രയോജനപ്രദമാകുന്നത് അതിലൂടെയാണ്. വൃത്തിയോടെ ആഹാരം കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക. ആഹാരവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മൂന്നാമത്തെ ഒരു മര്യാദയെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. പറയാമോ? ഭക്ഷണം പങ്കുവെച്ച് കഴിക്കണം. ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുക. തനിച്ചിരുന്ന് നാം തന്നെ തിന്നുന്നതാണോ നല്ലത്, മറ്റെല്ലാവരോടും കൂടി ചേർന്ന് പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഒരു സംശയമില്ല അല്ലേ? നമ്മൾ എവിടെയൊക്കെ പങ്കുവെക്കാറുണ്ട് ആഹാരം? സ്കൂളില്, വീട്ടില്. പങ്കുവെച്ച് കഴിക്കുന്ന ഒരു നല്ല ശീലം വളർത്തിയെടുക്കണം. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. വൃത്തിയോടുകൂടി കൈയും മുഖവും എല്ലാം കഴുകി വൃത്തിയുള്ള ആഹാരം കഴിക്കുക, ചവച്ചരച്ച് ആഹാരം കഴിക്കുക, പരസ്പരം പങ്കുവെച്ച് ആഹാരം കഴിക്കുക. രണ്ടാമതായിട്ട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് നന്ദി ഉണ്ടാവണം മനസ്സിൽ, വേണ്ടേ? നന്ദിയുള്ള മനസ്സോടെ വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. വാസ്തവത്തിൽ ആരോടൊക്കെയാണ് നമുക്ക് നന്ദി ഉണ്ടാകേണ്ടത്? ദൈവത്തോട് നന്ദി ഉണ്ടാവണം, തീർച്ചയായും. മാതാപിതാക്കളോട് നന്ദി വേണം. ഭക്ഷണം പാചകം ചെയ്യുന്നവരോട്, ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തരുന്ന ആളുകളോട്, ഭക്ഷണങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നവരോട്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആളുകളോട്. ഇപ്പൊ തന്നെ നമുക്ക് ഈ ഊട്ടുമേശയിൽ പാചകം ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃഷി ചെയ്ത് മണ്ണിൽ ഉണ്ടാക്കി വിളയിച്ചെടുത്ത ആളുകളുണ്ട്. അപ്പോൾ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. ഈ ലോകത്ത് ആഹാരം കിട്ടാതെ കഴിയുന്ന അനേകരെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. നാം ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു പ്രാർത്ഥന നമുക്ക് ആഹാരം കിട്ടണമെന്ന് മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. അന്നു വേണ്ടി ആഹാരം നമുക്ക് ലഭിക്കണം. അതൊന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമുക്ക് മാത്രമല്ല, അന്നു വേണ്ടി ആഹാരം ആർക്ക് കിട്ടണം? എല്ലാവർക്കും കിട്ടണം. എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമാണോ? ഈ ലോകത്തുള്ള എല്ലാവർക്കും ആഹാരം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവണം. അടുത്തതായി മാതാപിതാക്കളോട് നമുക്ക് നന്ദി വേണം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ വിശേഷിച്ചും അവർ അധ്വാനിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമുക്ക് ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളൊക്കെ തരുന്നു. നമുക്കിഷ്ടമുള്ള ആഹാര സാധനങ്ങൾ ഇന്നതൊക്കെയാണെന്ന് നമ്മുടെ പേരൻസിന് അറിയാമോ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? ചിലപ്പോഴൊക്കെ അവർ അത് തന്നെ ഉണ്ടാക്കി നമുക്ക് തരാറില്ലേ? തരാറുണ്ട്. അപ്പോൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ പേരൻസിനോട്, അമ്മയോടോ ഒക്കെ? ആഹാര കാര്യത്തിൽ നന്ദി പറഞ്ഞിട്ടുള്ളവർ ആരാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്തുമോ? ആഹാര കാര്യത്തിൽ പേരൻസിനോട് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുള്ളവർ, അതിനെക്കുറിച്ച് അമ്മയോട് അഭിനന്ദന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? പറയൂ, ഒരു അനുഭവം പറയൂ. എൻ്റെ അമ്മ എനിക്ക് പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. എന്ത് പായസമായിരുന്നു? പാലട പായസം. എന്നാ കുറെ അധികം നാളായി ഉണ്ടാക്കിയിട്ട്? കുറച്ച് ദിവസമായിട്ടുള്ളൂ. എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേക്കാണ്. ചേട്ടൻ്റെ പിറന്നാളിന് പാലട പായസം അമ്മ ഉണ്ടാക്കി തന്നു. അമ്മയോട് പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു, ഒരു ഗ്ലാസ് കൂടി വേണമെന്ന് പറഞ്ഞു. എല്ലാം കഴിച്ചു. നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അഭിനന്ദിച്ചപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നി. ഇത് നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യമാണ്. വാസ്തവത്തിൽ പാചകം ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? പറയാറില്ലേ? ആരും പറയാറില്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടപ്പെട്ടുവെന്ന് കൂടി പറയണം. ആഹാരം പാകം ചെയ്ത് വെക്കുന്ന ഒരു അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കും? നാം നന്നായി ആഹാരം കഴിക്കുമ്പോൾ. നമ്മൾ നന്നായിട്ട് ആഹാരം കഴിക്കുമ്പോഴാണ്. ആഹാരം ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായി കഴിക്കുന്നു, ഇഷ്ടത്തോടെ കഴിക്കുന്നു, അവരോട് അഭിനന്ദന വാക്കുകളൊക്കെ പറയുന്നു. ഈ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നത് ആരാ? അമ്മ മാത്രമാണോ? ആരൊക്കെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യാറുണ്ട്? അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടാക്കും. അമ്മയും അച്ഛനൊക്കെ പാചകം ചെയ്യും. കുട്ടികൾ പാചകം ചെയ്യാറുണ്ടോ? കുട്ടികൾ പാചകം ചെയ്യാറുണ്ടോ? കുട്ടികളും പാചകം ചെയ്യും, എല്ലാവരും പാചകം ചെയ്യും. ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ആര് പാചകം ചെയ്യുന്നതാ? അമ്മ. അമ്മ പാചകം ചെയ്യുന്നതാണ്. ചില വീട്ടിലൊക്കെ പപ്പ വളരെ മനോഹരമായി പാചകം ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഖലീൽ ജിബ്രാൻ എന്ന ഒരു ആളെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പേര്? ഖലീൽ ജിബ്രാൻ. കേട്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ള നാളിൽ നിങ്ങൾ കേൾക്കും. അദ്ദേഹം ഒരു കവിയാണ്, പ്രവാചക കവിയാണ്.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പത്തിന് മധുരം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്കും അറിയാലോ അല്ലേ? എന്ത് ചെയ്യണം? പഞ്ചസാര ചേർക്കണം, പിന്നെ ശർക്കര ചേർക്കാം, തേങ്ങയൊക്കെ ചേർത്താലും മധുരം കിട്ടും. ഖലീൽ ജിബ്രാൻ പറയുന്നത് പഞ്ചസാരയും ശർക്കരയും ചേർത്തിട്ടുള്ള മധുരത്തിൻ്റെ കാര്യമല്ല. അദ്ദേഹം പറയുന്നു അപ്പം ചുടുമ്പോൾ അതിന് മധുരം കൂടാൻ സ്നേഹം ചേർത്ത് ചുട്ടാൽ മതി. എന്താ ചേർക്കേണ്ടത്? സ്നേഹം. നിങ്ങൾ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കി തരുന്നത് ഏറ്റവും ഇഷ്ടമെന്ന്. കാരണം അമ്മ അതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കിയാലും എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിലെന്ത് ചേർക്കും? സ്നേഹം ചേർക്കും. എന്തുമാത്രം ചേർക്കും? ഒത്തിരി ചേർക്കും. നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ്, മോൻ ഇപ്പോൾ വരും അല്ലെങ്കിൽ മോൾ ഇപ്പോൾ വരും എന്ന് വിചാരിച്ച അമ്മ നമുക്ക് വേണ്ടി പലഹാരം ഉണ്ടാക്കുന്നു. ആ പലഹാരത്തിൻ്റെ കൂടെ അലമാരിയിൽ നിന്ന് പല സാധനങ്ങളും എടുത്ത് ചേർക്കുന്നുണ്ടാകും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചേർക്കുന്നൊരു വസ്തു എന്താണ്? സ്നേഹമാണ്. സ്നേഹം ചേർത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിന് മധുരം കൂടുന്നു. അപ്പം മാത്രമല്ല, ഏത് സാധനവും. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ, രുചി കൂടുതലുള്ള ആഹാരമാണോ പ്രധാനം, പോഷകം കൂടുതലുള്ള ആഹാരമാണോ പ്രധാനം? രുചിയാണോ പോഷകമാണോ? പോഷകം. നമുക്കറിയാം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ നോക്കിക്കേ, ഇതൊക്കെ പോഷക വസ്തുക്കൾ ഉള്ളതല്ലേ? ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരാരാ? നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടോ? ഉണ്ട്. നമുക്ക് മത്സ്യവും മാംസവും ഒക്കെ കഴിക്കാം, അതുപോലെ പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. കഴിക്കാൻ എല്ലാവരും റെഡിയല്ലേ? നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു, കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇടുകുടുക്കെ ചോറും കറിയും എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ഇടുകുടുക്കെ ചോറും കറിയും? പാത്രത്തോട് വന്ന് ചോറും കറിയും ഇവിടെ ഇട്ട് തരാൻ പറഞ്ഞാൽ, വിളമ്പി തരാൻ പറഞ്ഞാൽ, നമ്മൾ പ്ലേറ്റ് നിരത്തിയാൽ ചോറും കറിയും ഉണ്ടാവുമോ? ഇല്ല. അതിന് അടുക്കളയിൽ ജോലി ചെയ്യണം. അടുക്കളയിലെ ആ ജോലി എന്താണ്? പാചകമാണ്. പാചകത്തെ ഒരു കലയെന്നാണ് പറയുന്നത്. പാചക കല. പാചകം ഒരു കലയാണ്. ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഒരേ തരം സാധനങ്ങളാണെങ്കിലും രുചി വ്യത്യാസമില്ലേ? ചിലപ്പോൾ നമ്മൾ പറയും അമ്മ ഉണ്ടാക്കുന്നതിന് വളരെ നല്ല രുചിയാണ്. ചിലപ്പോൾ പറയും ഇന്ന സാധനം ആൻറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല രുചി ഉണ്ടാവും. ഞങ്ങൾ അന്ന് വെക്കേഷന് ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടാക്കി തന്ന ആ ഒരു പലഹാരത്തിൻ്റെ രുചി ഇപ്പോഴും നാവിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്ക് പോഷകം വളരെ പ്രധാനപ്പെട്ടതാണ്. രുചികരമായ ആഹാരം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്കാണ് ഞാനിനി പോണത്. പാചകം കുട്ടികളുടെയും കൂടി ജോലിയല്ലേ? ഈ അവധിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ നിങ്ങൾ പാചകം ചെയ്തവരുണ്ടോ? ചായയെങ്കിലും ഉണ്ടാക്കിയവർ? ചായ ഉണ്ടാക്കിയിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ചെറിയ കറികളൊക്കെ, സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? അങ്ങനെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കിയിട്ടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ശരിക്കും അവധിക്കാലം നമുക്ക് പാചകം പഠിക്കുന്നതിന് വേണ്ടി കൂടിയുള്ളൊരു സന്ദർഭമായി ഉപയോഗിക്കാം. അടുക്കളയിൽ നാം കയറുക, അമ്മയോടൊപ്പം ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അമ്മയോട് ചോദിക്കുക. എളുപ്പമുള്ള ഒരു വിഭവമാണെങ്കിൽ തീർച്ചയായും ഇന്ന് എനിക്ക് അവസരം തരാൻ അമ്മയോട് പറയണം. അമ്മയ്ക്ക് സന്തോഷമാവില്ലേ? അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മ അടുക്കളയിൽ ഉണ്ടാവും, പക്ഷെ നമ്മളായിരിക്കും അന്ന് പാചകം ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയത് നാം എല്ലാവർക്കും അന്ന് ഊട്ടുമേശയിൽ വിളമ്പുകയാണ്. അവർക്ക് വളരെ സന്തോഷമാകും, അല്ലേ? അമ്മയ്ക്കും പപ്പയ്ക്കും അച്ഛനും ചേച്ചിക്കും ചേട്ടനും ഒക്കെ സന്തോഷമായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം ഒരിക്കലെങ്കിലും കഴിക്കാൻ. പാചക കലയിൽ ഉള്ള അറിവ് നമ്മളിപ്പോഴും നേടേണ്ടതാണ്. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ പാകം ചെയ്യേണ്ടത് ആഹാരം? പെൺകുട്ടികളാണ് എന്നാണോ? പെൺകുട്ടികൾ ആഹാരം പാകം ചെയ്യാം, ആൺകുട്ടികളും പാചകം ചെയ്യണം. ആഹാരം കഴിക്കുന്നത് നമ്മളെല്ലാവരും അല്ലേ? അപ്പോൾ ചെറുപ്പത്തിൽ ഇത്തരം പാചകശീലങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. നമ്മളിന്ന് പാചകത്തിന് വേണ്ടി പോവുകയാണ്. കിച്ചണിൽ റോസന്ന നമുക്ക് വേണ്ടി പാചകം ചെയ്യുന്നതിന് തയ്യാറായിട്ട് എത്തിയിട്ടുണ്ട്. ബ്രെഡ് ഓംലെറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളിൽ താല്പര്യമുള്ള 1-2 പേർക്ക് റോസന്നയുടെ കൂടെ സഹായിക്കാം. മറ്റുള്ളവർ ആ പാചക പരിപാടികൾ കണ്ട് പഠിക്കുകയും ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾക്കധികം എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ്. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ബ്രെഡ്, മുട്ട, സവോള, പച്ചമുളക്, വേപ്പില, ഉപ്പ്, എണ്ണ. ആദ്യം നമുക്ക് സവോളയും പച്ചമുളകും അരിയാം.
നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളക് അരിയാം. ചെറുതായിട്ട് പച്ചമുളക് നമുക്ക് അരിയാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇടാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. ഇനി ഉപ്പ്. ഇനി നമുക്കിത് ശരിക്കും ഇളക്കിയിട്ട് ഇനി വേപ്പിലയും ഇടാം. ഒരു 2 തണ്ട് വേപ്പില ഇട്ടിട്ട് നമുക്കിത് വറുക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വറുക്കാനുള്ള മുട്ടയും എല്ലാം ഇത് വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ടോസ്റ്റ് ചെയ്യാം. ഇത് ബ്രെഡ് ഇപ്പോൾ ടോസ്റ്റ് ആയി കാണും. നമുക്ക് അത് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഷാജി സാറിന് തന്നെ കൊടുത്ത് അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണ്ടി കൊതിപ്പിക്കുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൊതിയൂറുന്ന മണം ഇതിനുണ്ട്. രുചി എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല രുചിയുണ്ട്. നിങ്ങളുടെ ഈ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു പറയാൻ സന്തോഷമുണ്ട്. ഈ അവധിക്കാലത്ത് മാതാപിതാക്കൾ തീർച്ചയായും ഇതുപോലെ ഉള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. കുട്ടികളായി നിങ്ങളൊക്കെ ഈ സന്ദർഭം നന്നായിട്ട് ഉപയോഗിച്ച് പാചകത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കാൻ ഉത്സാഹിക്കേണ്ടതാണ്. നമ്മളിന്ന് കുറച്ചു നേരം മുമ്പ് ആഹാരത്തിൻ്റെ നല്ല ശീലങ്ങളെക്കുറിച്ച് കാണുകയുണ്ടായി. പാചകം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ സാധ്യതകളെയും കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അസംസ്കൃത വസ്തുക്കളും നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കേണ്ടതുണ്ട്. അതിനുള്ള സാധ്യതകൾ തേടേണ്ടതാണ്. നമ്മളിനി പോകുന്നത് ഒരു പച്ചക്കറി തോട്ടത്തിലേക്കാണ്. വളരെ മനോഹരമായ കൃഷി രീതികളും കായ്കനികളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമ്മുടെ ആഹാരശീലങ്ങളെയും പാചകത്തെയും എല്ലാം സഹായിക്കുന്നതിന് വളരെയധികം ഉപകരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഒരു പച്ചക്കറി തോട്ടത്തിൻ്റെ ഇടയിലാണ്. ഈ പച്ചക്കറിത്തോട്ടം നമ്മുടെ കണ്ണിന് തന്നെ ആനന്ദം പകരുന്നതാണ്. ഇവിടെ നോക്കുമോ, പലതരത്തിലുള്ള പച്ചക്കറികൾ നമുക്കിവിടെ കാണാം. വഴുതനങ്ങയുണ്ട്, അച്ചിങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, ചീരയുണ്ട്, ചുവന്നു നിൽക്കുന്ന തക്കാളിയുണ്ട്. അടുക്കളയിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ പച്ചക്കറി തോട്ടത്തിൽ പച്ചപ്പ് നിറഞ്ഞ ചെടികളിൽ തന്നെ നിൽക്കുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലേ. അത് കാണുന്നത് തന്നെ നമുക്ക് സന്തോഷകരമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പച്ചക്കറികളൊക്കെ വിഷമയമാണെന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്നു. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. കേരളത്തിൽ വേണ്ടത്ര കൃഷിയുണ്ടോ ഇന്ന്? കൃഷി കുറഞ്ഞു വരുന്ന, കൃഷിയെ സ്നേഹിക്കാത്ത ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്നു. കൃഷി ആരും ചെയ്തില്ലെങ്കിലും എല്ലാവർക്കും എന്താവശ്യമുണ്ട്? പച്ചക്കറികൾ ആവശ്യമുണ്ട്, പഴങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന ആളുകളെ നാം ആദരിക്കേണ്ടതാണ്. ഇത്തരം കൃഷി രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, നാം നിൽക്കുന്നത് തോമസ് ഏട്ടൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഏറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഈ പച്ചക്കറി ശരിക്കും പറഞ്ഞാൽ തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണിലല്ല, വീടിൻ്റെ
മുകളിലാണ്, ടെറസിൽ ഒരു മട്ടുപ്പാവ് കൃഷിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഥലം പരിമിതമായ ആളുകൾക്ക് ഉള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ഇത് വളരെ സന്തോഷം നമുക്ക് നൽകുന്ന കാര്യമാണ്. നാട്ടിൽ പച്ചക്കറി ഇല്ലാതെ വരുന്നു, അത് നല്ലത് കിട്ടാതെ വരുന്നു, കീടനാശിനിയൊക്കെ തെളിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുക. ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇവിടെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ പച്ചക്കറികൾ, കായ്കനികൾ നമുക്ക് കാണാൻ കഴിയുന്നു, അതിനെ കയ്യിലെടുക്കാൻ കഴിയുന്നു, വെണ്ടയ്ക്കൊക്കെ പച്ചയോടെ നമുക്ക് എടുത്ത് കഴിക്കാൻ കഴിയുന്നു. നമുക്കൊരു ആശങ്കയും കൂടാതെ കഴിക്കാം. കാരണം ഇവിടെ മാലിന്യങ്ങളൊന്നും ഇല്ല, വിഷമയമായ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു പച്ചക്കറി തോട്ടമാണ്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ നാട് മുഴുവൻ ഇതുപോലുള്ള പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ ആഹാരത്തെ വളരെ പോസിറ്റീവായി സ്വാധീനിക്കും. അത് നമ്മുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം പച്ചക്കറി തോട്ടങ്ങൾ നമ്മുടെ നാട് മുഴുവൻ ഉണ്ടാകണമെന്നുള്ള ഒരാഗ്രഹം ആദ്യമേ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരാൾ വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഏതായാലും നമുക്കറിയാം, തോമസ് ഏട്ടൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ പച്ചക്കറി തോട്ടത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. തോമസ് ഏട്ടൻ നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പച്ചക്കറി തോട്ടം എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് ആദ്യം അറിയാനുള്ളത് തോമസ് ഏട്ടാ, ഇങ്ങനൊരു പച്ചക്കറി ടെറസിൽ ചെയ്യാൻ ഉണ്ടായ പ്രചോദനം എന്താണ് എന്നതാണ്. 2 കാരണങ്ങളാണ് ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ. അതിലൊന്ന് സ്ഥലപരിമിതിയാണ്. നമുക്ക് താഴെ കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ പലയിടത്തും കുറവാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, സ്ഥലം വളരെ കുറച്ചാണ്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ, മറ്റു മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച അറിവുകൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് ടെറസിൽ കൃഷി ചെയ്ത് ഇതുപോലെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാമെന്ന് എനിക്ക് കിട്ടിയ അറിവ്, അത് നമുക്ക് കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ പത്രങ്ങളിൽ നിന്ന്, ടി വിയിൽ നിന്ന് എന്നൊക്കെ അതിന് വളരെ പ്രചാരം കിട്ടിയിട്ടുണ്ട്. ആ പ്രചോദനമാണ് ശരിക്കും എനിക്ക് ഇതുപോലൊരു കൃഷി മട്ടുപ്പാവിൽ ചെയ്യാനായിട്ട് സാധിച്ചത്. വിജയകരമായി ഇത്രയും പച്ചക്കറികളെല്ലാം നട്ടു വളർത്തി വിളവെടുക്കണമെങ്കിൽ അതിനുള്ള ഒരു മുൻ പരിചയമോ അറിവോ ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. ആ വിധത്തിലുള്ള അനുഭവങ്ങൾ എന്താണ് തോമസ് ഏട്ടനുള്ളത്? അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മ കൃഷിയിൽ വളരെ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃഷി ചെയ്യുമായിരുന്നു. പാവൽ, പടവലം, ചീര, പയറ്, ഇതൊക്കെ ഈ വർഷകാലത്തുമൊക്കെ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള വെണ്ട, അതുപോലെ മത്ത, ചേമ്പ്, കാച്ചിൽ, ഇങ്ങനെ എല്ലാം കൃഷി ചെയ്യുമായിരുന്നു. ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് കൊച്ചിലെ മുതൽ. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ കൃഷിയിലൊക്കെ അമ്മയെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ചാണകവും ചാരവും ഒക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഇതിന് തടം എടുത്തു കൊടുക്കുകയും, പണ്ട് കാലങ്ങളിൽ വെള്ളം കോരിയാണ് നനച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കോരി നനയ്ക്കാനും ഒക്കെ ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പം നല്ല ഫലങ്ങൾ ഇതുപോലെ ഉണ്ടായി കാണുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒക്കെ സ്വന്തമായിട്ട് വാഴയൊക്കെ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ഫലം എടുക്കുകയും വീട്ടാവശ്യത്തിനുള്ള വാഴ പഴമൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള പ്രചോദനം എനിക്ക് കൊച്ചിലേ മുതലേ ഈ കൃഷിയോട് താല്പര്യവും കാര്യങ്ങളും ഉണ്ടാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്കിതിനെ മനസ്സിലാകും, ഇതൊരു കുടുംബ കൃഷി കൂടിയായി മാറുന്നുണ്ട്. തോമസ് ഏട്ടൻ മാത്രമല്ല, തോമസ് ഏട്ടൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ടാകുന്ന ഒരു വലിയ സഹകരണം തീർച്ചയായും ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ശരിയാണ്, കുടുംബത്തിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തെങ്കിലേ ഈ കൃഷി ഇത്രയും വിജയപ്രദമായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതിന് ആവശ്യമായിട്ടുള്ള മണ്ണ് ഇതിന് മേളിൽ കയറ്റണം, വളം, ചാണകം, ഉണക്ക ചാണകം, മറ്റ് സാധനങ്ങൾ, ഇതുപോലെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിന് മേളിൽ കയറ്റണം. അതുപോലെ തന്നെ ഈ മണ്ണ്, ഗ്രോ ബാഗുകൾ, അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റ് ടിന്നുകൾ, ചെടിച്ചട്ടികൾ, ഇതിലൊക്കെ ഇങ്ങനെ വളർത്താൻ പറ്റും. ഇതെല്ലാം ഇതിന് മേളിൽ കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും വേണം. എൻ്റെ ഭാര്യ ജാൻസിയും മക്കൾ ചന്ദന, വന്ദന, ജോമിൻ, ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടായ രീതിയിൽ ഇത് കൃഷി ചെയ്തുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാൻ സാധിച്ചത്.
ഞങ്ങൾ രാവിലെ കുട്ടികൾ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കുട്ടികളാണ് വന്ന് ഇതിന് നനയ്ക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടി ഏതാണ്ട് സന്ധ്യയോട് ഒരു 5 മണിക്ക് ശേഷം വെയിലൊക്കെ കാറിക്കഴിഞ്ഞ് എല്ലാവരും കൂടി വന്നിട്ട് ഇതിന് മക്കൾ നനയ്ക്കുന്നു, ഞങ്ങളതിന് മറ്റു വളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, നാളത്തേക്ക് ആവശ്യമുള്ള എടുക്കാൻ പറ്റിയ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് കണ്ടുവയ്ക്കുന്നു. അത് പിറ്റേ ദിവസം മക്കൾ വന്ന് അവർ അത് കളക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഇവിടെ കൂട്ടായ രീതിയിൽ നമ്മളിവിടെ വൈകുന്നേര സമയങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പിള്ളേർക്ക് ഇതിൻ്റെ വിളവെടുക്കാനും അതുപോലെ തന്നെ ഈ മട്ടുപ്പാവിൽ മക്കളും കുടുംബത്തോടൊപ്പം എല്ലാവരും സന്തോഷത്തോടു കൂടി കുറേ നേരം തുറസായ സ്ഥലത്ത് ഇരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതിലേക്ക് ഓടി കുറച്ച് നേരം പിള്ളേർക്ക് നടക്കാം, കൃഷികൾ കാണാം. അതുപോലെ തന്നെ ഇതിൽ കീടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അപ്പോൾ ഒരു കൂട്ടായ ശ്രമമുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കൃഷി ചെയ്യാൻ പറ്റും. വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കൂട്ടായ്മ കൊണ്ട് തന്നെ നമുക്ക് വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും സന്തോഷപ്രദമായ ഒരു. വളരെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളാണ് നമ്മളിവിടെ ചെലവഴിച്ചത്. പച്ചക്കറി കൃഷി ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, അതിലുള്ള ആനന്ദത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടു. നമ്മൾ തുടക്കത്തിൽ നല്ല ആഹാരശീലങ്ങളെക്കുറിച്ച് കാണുകയുണ്ടായി. പാചകം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അവധിക്കാലത്ത് നാം പാചകം പഠിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചെല്ലാം കണ്ടു. നല്ല ആഹാരശീലങ്ങൾ വളർത്തുക, നന്നായി പാചകം ചെയ്യാനും പാചകം ചെയ്ത വിഭവങ്ങൾ ആസ്വദിക്കാനുമുള്ള കഴിവ് വളർത്തുക, കീടനാശിനികളൊന്നുമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികളും മറ്റ് വിഭവങ്ങളും ഉപയോഗിക്കാൻ ശീലിക്കുക. ഇതിനൊക്കെയുള്ള ഒരു നല്ല താല്പര്യം നമ്മൾ ചെറുപ്പം മുതലേ വളർത്തേണ്ടതാണ്. അങ്ങനെ ആരോഗ്യമുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കളിത്തട്ടിലെ ഇന്നത്തെ വിഭവങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലേ? സ്വന്തമായി കൃഷി ചെയ്യാനും പാചകം ചെയ്യാനുമെല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഒപ്പം ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.